വേണ്ടി സ്കൂളിലേക്ക് വരികയായിരുന്നു. പക്ഷേ ഒരുപാട് സമയമെടുക്കും ഈ സ്കൂളിലെത്താനായിട്ട്. വിലാപയാത്ര വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുഞ്ഞിനെ കണ്ടു തിരിച്ചു. ഇതൊരു പതിവായി നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. വളരെ അപൂർവമായി. കാരണം നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ സ്കൂളുകളിലെയും അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് എല്ലാ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് അനുവാദം കൊടുത്താണ്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി എല്ലാം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ലൈൻ ഇതിലെ ഒരു സ്കൂളിൻ്റെ മുകളിൽ കൂടെ പോകുന്നുണ്ടെന്നോ അതിൻ്റെ താഴെ മെറ്റൽ കൊണ്ടൊരു ഷീറ്റ് പണിതിട്ട് വെച്ചതൊക്കെ തെറ്റാണ്. അതെന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് നോക്കണം. കാരണം വൃക്ഷങ്ങളടക്കം മോശമായിരിക്കുന്ന എല്ലാം പഞ്ചായത്തിൻ്റെ പോലും അനുവാദമില്ലാതെ മുറിച്ചു മാറ്റാനുള്ള പഞ്ചായത്തുകളെല്ലാം വെട്ടിമാറ്റിക്കൊള്ളാൻ സ്വതന്ത്രമായ അധികാരം കൊടുത്തു സംസ്ഥാന സർക്കാർ. അതെല്ലാം ചെയ്തു. പക്ഷേ ഇത് നമുക്ക് അപൂർവമായൊരു സംഭവമാണ്. ഒരു സ്കൂളിനകത്തൂടെ ലൈൻ പോവുക, അല്ലെങ്കിൽ താഴെ തന്നെ സ്റ്റീൽ കൊണ്ടൊരു ഷെഡ് പണിഞ്ഞ് വയ്ക്കുക. വളരെ അപകടമാണ്. ലൈൻ പൊട്ടി വീണിരുന്നെങ്കിൽ താഴെ വയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്താണ്? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ തന്നെ പരിഹരിക്കണം. നിങ്ങളും ഞാനും നാളെ പിരിഞ്ഞു പോകും. നമ്മൾ പോയി കഴിയുമ്പോൾ ഇത് തന്നെ ആവർത്തിച്ചുണ്ടെങ്കിൽ ശരിയല്ല. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ സ്വന്തം ചിലവിൽ ഇത്തരം സ്കൂളിനകത്ത് പോകുന്ന ലൈനുകളൊന്ന് സൈഡിൽ കൂടെ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ അതായത് നേരത്തെ തന്നെ സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആ വസ്തുത തന്നെയാണ് മന്ത്രിയും അംഗീകരിക്കുന്നത്. കാരണം സുരക്ഷാ സമിതി അടക്കം യോഗം ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതിൽ ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു സെക്യൂരിറ്റി വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള വേണ്ടത് ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് അത് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. അതിലേക്ക് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ പോകുമെന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നതും. കാരണം ഇനിയൊരു സ്കൂളിൽ ഇനിയൊരു അപകടം ഇങ്ങനെ ഉണ്ടാകരുത്. അത് ഉണ്ടാകുന്നത് ഈ മിഥുനായിരിക്കണം അത്തരമൊരു അനാസ്ഥയുടെ അവസാനത്തെ രക്തസാക്ഷി എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. എല്ലാ സ്കൂളുകളിലും ഈ പരിശോധനകൾ കൃത്യമായി നടക്കണം. എവിടെയെങ്കിലും ആർക്കെങ്കിലും സമാനമായ രീതിയിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഒരു സ്കൂളിൽ അത്തരം വിഷയം നിലനിൽപ്പുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു കാലത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. ഇനിയൊരു കുട്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെടരുത്, ഒരു മരണമുണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മറ്റ് വകുപ്പുകളും എല്ലാം എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമ്മൾ മറ്റ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ മറ്റ് സ്കൂളുകളുടെ ഭാഗങ്ങളിൽ ഈ രീതിയിൽ വൈദ്യുതി ലൈനുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നതിനെ പറ്റി, വൈദ്യുതി ലൈനുകൾ പലയിടത്തും താഴേക്ക് തൂങ്ങി നിൽക്കുന്നതിനെ പറ്റി, അതൊക്കെ ഇത്രയധികം പുരോഗമിച്ചൊരു കാലത്തും നമ്മൾ ആ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. വിനോദ്.